إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لا أقسم بهذا البلد وأنت حل بهذا البلد ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ നമ്മൾ ഓരോരുത്തരും ഇടപെടുന്ന ജീവിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സന്ദർഭങ്ങളിലൊക്കെ സൂക്ഷ്മത പാലിച്ചും തഖ്വയോടുകൂടിയും ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുസ്ലിം ലോകത്തിന്റെ ശ്രദ്ധ മക്കയിലേക്കും കഅബയിലേക്കുമൊക്കെ തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. നമുക്കിടയിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ നിന്നും സുഹൃത്തുക്കൾക്കിടയിൽ നിന്നുമൊക്കെ ധാരാളം ആളുകളാണ് ഇപ്രാവശ്യവും പരിശുദ്ധ ഹജ്ജും ഉംറയുമൊക്കെ നിർവഹിക്കാൻ പുറപ്പെട്ടിട്ടുള്ളത്. ചിലരൊക്കെ പുറപ്പെടാൻ കാത്തു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയുമൊക്കെ നിർവഹിച്ച് വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്താൻ അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയുമൊക്കെ നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്ക എന്ന പ്രദേശത്തിന് ഖുർആൻ ബക്ക എന്ന മറ്റൊരു പേരുകൂടി നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. മറ്റൊരിടത്ത് ഉമ്മുൽ ഖുറ, നഗരങ്ങളുടെ മാതാവ് എന്നർത്ഥം വരുന്ന ഒരു വാക്കും പരാമർശിച്ചതായി പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ലി തുന്ദിറ ഉമ്മുൽ ഖുറ വമൻ ഹൗലഹ, ഉമ്മുൽ ഖുറയെ കുറിച്ച്, നഗരങ്ങളുടെ മാതാവായ ഈ മണ്ണും അതിന്റെ ചുറ്റുവട്ടങ്ങളെ കുറിച്ചുമൊക്കെ ഖുർആൻ നമ്മളോട് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അള്ളാഹു പവിത്രമാക്കിയ ഒരുപാട് സമയം, സ്ഥലങ്ങൾ, മാസം, ദിവസങ്ങൾ ഒക്കെയുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു തആല പവിത്രമാക്കിയ സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ണാണ് മക്ക പ്രദേശം എന്ന് പറയുന്നത്. അതിനെ സത്യം ചെയ്തുകൊണ്ട്, ഈ പ്രദേശത്തെ സത്യം ചെയ്തുകൊണ്ട് ഖുർആൻ സൂറത്തുൽ ബലദിലെ വചനത്തിലൂടെ
നമ്മെ പരിചയപ്പെടുത്തുന്നു. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്നാണ്. ഈ പ്രദേശത്തെ കൊണ്ട് ഞാനിതാ സത്യം ചെയ്തു പറയുന്നു. വ അൻത ഹില്ലും ബിഹാദൽ ബലദ്, പവിത്രമായ ആ മണ്ണിൽ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് പ്രത്യേകമായ ഇടം നൽകിയിരിക്കുന്നു എന്നുകൂടി പരാമർശിച്ചാണ് ഖുർആൻ ആ ഭാഗം നമ്മെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ വഹാദൽ ബലദിൽ അമീൻ, ഈ പ്രദേശം മക്കാ പ്രദേശം നിർഭയത്വമായ മനുഷ്യർക്ക് ഭയപ്പാടില്ലാതെ ജീവിക്കാൻ സുരക്ഷിതത്വമൊരുക്കിയ ഒരു മണ്ണാണ് എന്ന നിലക്കും ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. വഹീന്റെ അവതരണത്തിന് ഹേതുവായ ഒരു മണ്ണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഇടപെടലുകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മണ്ണ്, ലോകത്തിന്റെ വലിയ അനുഗ്രഹം എന്ന നിലക്ക് അള്ളാഹു തആല പരിചയപ്പെടുത്തിയ ഒരു പ്രദേശമൊക്കെയാണ് മക്കാ പ്രദേശമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മക്കയുടെ കഅബയുടെ മഹത്വം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ നമുക്ക് സൂറത്തു ആലു ഇമ്രാനിലെ 96-ാമത്തെ ആയത്തിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇന്ന അവ്വല ബൈത്തിൻ ഉളിഅ ലിന്നാസി ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ എന്നാണ്. ലോകത്ത് മനുഷ്യർക്കു വേണ്ടി സ്ഥാപിക്കപ്പെട്ട നിർമ്മിക്കപ്പെട്ട ഒന്നാമത്തെ വീടാണ് യഥാർത്ഥത്തിൽ കഅബാലയം എന്ന് പറയുന്നത്. അൽ ബൈത്തുൽ അതീഖ്, ഏറെ പൗരാണികമായ പുരാതനമായ ഒരു ഭവനം എന്നാണ് അതിനെ ഇസ്ലാമികമായ നിലക്ക് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ മനുഷ്യർക്കു വേണ്ടി ആ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് ലോകത്ത് തന്നെ സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ വീടാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ കഅബാലയം എന്ന് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ലോകർക്ക് മാർഗദർശനം അന്വേഷിക്കുന്നവർക്കൊക്കെ മാർഗദർശനമായാണ് അത് സംവിധാനിക്കപ്പെട്ടത്. ഹുദല്ലിൽ ആലമീൻ എന്ന് ഖുർആൻ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. മഹാനായ സ്വഹാബി അബൂദർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ തിരുദൂതരെ, ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി ഏതാണ് എന്ന്. റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, അൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമാണ് എന്ന്. പിന്നെ ഏതാണ് റസൂലെ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അൽ മസ്ജിദുൽ അഖ്സ എന്ന്. ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സയാണത് എന്ന്. 40 വർഷത്തെ കാലയളവാണ് ഇതിന്റെ രണ്ടിന്റെയും നിർമ്മാണ പ്രവർത്തികൾക്ക് ഇടയിലുള്ള കാലതാമസമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വചനത്തിൽ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്, നിർമ്മിക്കപ്പെട്ടത്? അല്ലാഹു തആല അതിനുള്ള ഉത്തരവും പറഞ്ഞു തരുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയാണ്, അദ്ദേഹമാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് എന്ന നിലക്ക് ഖുർആൻ അത് പരിചയപ്പെടുത്തുന്നു. വഇദ് ബവ്വഅനാ ലി ഇബ്രാഹിം മകാനൽ ബൈത്തി അല്ലാ തുശ്രിക് ബി ശൈആ. അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പുണ്യ കഅബാലയത്തിന്റെ സ്ഥാനം ഉറപ്പിച്ചു കൊടുത്ത ഒരു സന്ദർഭം താങ്കൾ ഓർക്കുക റസൂലേ എന്ന് പറഞ്ഞ് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലാ തുശ്രിക് ബി ശൈആ, ലോകത്ത് അള്ളാഹുവിനോട് മറ്റൊന്നിനെയും പങ്കുചേർക്കാതിരിക്കാൻ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് നിർവഹിക്കാനുള്ള ഒരു മന്ദിരമായാണ് ഇത് പടുത്തുയർത്തപ്പെടേണ്ടത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പഠിപ്പിക്കുന്നുണ്ട്. വതഹിർ ബൈതിയ ലിത്വാഇഫീന വൽ ഖായിമീന വറുക്കഇ സുജൂദ്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നത് വതഹിർ ബൈതിയ ലിത്വാഇഫീൻ, എന്റെ ഈ വീട് എന്നാണ്. കഅബാലയത്തെ അള്ളാഹു വിശേഷിപ്പിച്ചത് എന്റെ വീട് എന്നാണ്. എന്റെ വീടിനെ നീ ശുദ്ധീകരിച്ചു കൊടുക്കുക, ശുദ്ധിയാക്കിക്കൊണ്ടേയിരിക്കുക. ലിത്വാഇഫീൻ, അവിടെ തവാഫ് ചെയ്യാൻ വരുന്നവർക്ക് വേണ്ടി, വൽ ഖായിമീൻ, അവിടെ നിന്ന് നമസ്കരിക്കുന്നവർക്ക് വേണ്ടി, വറുക്കഇ സുജൂദ്, അവിടെ റുകൂഉകളിലും സുജൂദുകളിലും വീഴുന്ന ആളുകൾക്ക് വേണ്ടി താങ്കൾ ആ ഭവനത്തെ പരിശുദ്ധമാക്കി വെക്കുക എന്ന് ഖുർആൻ അദ്ദേഹത്തോട് കൽപ്പിക്കുന്ന സംഭവത്തെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ തവാഫ് നിർവഹിക്കാനും നമസ്കാരം നിർവഹിക്കാനും ഇഅ്തികാഫ് നിർവഹിക്കാനും ഒക്കെ വരുന്ന ആളുകൾക്കുള്ള കേന്ദ്രമാണ് കഅബാലയം, മക്കയിലെ കഅബ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്താണ്. ലോകത്ത് ഏത് ആരാധനാലയങ്ങൾ എടുത്തു നോക്കിയാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തവാഫ് അനുവദിക്കപ്പെട്ട ഒരേ ഒരു കേന്ദ്രം കഅബാലയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഇന്നത്തെ നമ്മുടെ ഖിബ്ല എന്ന് പറയുന്നത്. നമ്മുടെ ഖിബ്ല ആദ്യം മസ്ജിദുൽ അഖ്സയായിരുന്നു, ബൈത്തുൽ മുഖദ്ദസ് നേരെയായിരുന്നു ഖിബ്ലയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരമൊക്കെ നിർവഹിച്ചിരുന്നത്. പക്ഷേ 16 മാസങ്ങൾക്ക് ശേഷം കഅബാലയത്തെ
കഅബാലയത്തെ ഖിബലയാക്കി സ്വീകരിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന വരികയായിരുന്നു. അതിനുശേഷമാണ് മസ്ജിദുൽ ഹറമിലെ കഅബാലയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് മുസ്ലിങ്ങൾ, ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ ഖിബലയായി സ്വീകരിച്ചുകൊണ്ട് നമസ്കരിക്കുന്നത്. മസ്ജിദുൽ ഹറമിലെ നമസ്കാരത്തിന് 1,00,000 നമസ്കാരത്തിലേറെ പ്രതിഫലമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. സ്വലാത്തുൻ ഫിൽ മസ്ജിദിൽ ഹറാമി അഫ്ളലു മിൻ 100,000 സ്വലാത്ത് എന്നാണ്. 1,00,000 നമസ്കാരത്തിലേറെ നമസ്കരിച്ചതിന്റെ പ്രതിഫലം. അത് ഇഖ്ലാസും ഖുശൂഉം സത്യസന്ധവുമായ നമ്മുടെ കണ്ണുനീരും അള്ളാഹുമായുള്ള ഹൃദയബന്ധവും തവക്കുലും അള്ളാഹുവിന്റെ കരാറുകൾ പാലിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്നവർക്കുമൊക്കെ അള്ളാഹു ആ പ്രതിഫലം ഇരട്ടിപ്പിച്ചു കൊടുക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ചെല്ലുന്നവർക്കുള്ള ചില അദബുകളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടെ നിങ്ങൾ പരസ്പരം കലഹിക്കരുത്, രക്തം ചിന്തരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കുന്നു. അവിടെയുള്ള മരങ്ങൾ അവിടെ പോകുന്നവരോട് പറഞ്ഞു അത് നശിപ്പിക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചു. അവിടെയുള്ള മൃഗങ്ങളെ നിങ്ങൾ വേട്ടയാടരുത് എന്ന് ഓർമ്മിപ്പിച്ചു. അവിടെ നഷ്ടപ്പെട്ടു പോയി കിടക്കുന്ന വസ്തുക്കളെ പോലും നിങ്ങൾ സ്വന്തമാക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നോക്കൂ, മനുഷ്യർക്ക് പോലും ഒരു വിലയും നിലയും കൽപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്. ഇസ്ലാം മനുഷ്യർക്ക് വലിയ പവിത്രതയാണ് കൽപ്പിച്ചിട്ടുള്ളത്. മനുഷ്യരുടെ രക്തത്തിന്, മനുഷ്യരുടെ അഭിമാനത്തിനൊക്കെ വലിയ മഹത്വമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങൾക്ക് പോലും ഇസ്ലാം പ്രത്യേകമായ പവിത്രതകൾ കൽപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം നോക്കൂ, കണ്ണൂർ ഒരു ഡെന്റൽ കോളേജിലാണ് നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മാനക്കേടിലായി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. മനുഷ്യരുടെ വില എന്താണെന്ന് പോലും അംഗീകരിക്കാൻ കഴിയാത്ത, മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത ആളുകൾ നമുക്കിടയിൽ ജീവിക്കുന്നു എന്നത് നമ്മൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് ഒരു ബാറിന് മുമ്പിൽ 2 ചെറുപ്പക്കാർ അടികൂടി ഒരു മനുഷ്യനെ, ഒരു പച്ചയായ മനുഷ്യനെ പച്ചക്കടിച്ചു കൊന്ന വാർത്ത നമ്മിലേക്ക് എത്തുന്നത്. ഒരു അറപ്പും വെറുപ്പും ഒന്നുമില്ലാത്ത തരത്തിൽ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പോലും, അങ്ങനെ മനുഷ്യന്റെ വികാരത്തിന് വില കൽപ്പിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം നമുക്കിടയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ നമ്മിലേക്ക് വന്ന വാർത്ത എന്താണ്? ഒരു കുടുംബത്തിലെ പ്രായമായ ഒരമ്മയെ ഒരു ബസ് സ്റ്റാൻഡിൽ മക്കൾ ഉപേക്ഷിച്ചു പോയ വാർത്തയാണ് നമ്മൾ കാണുന്നത്. കുടിവെള്ളം കിട്ടാതെ ദാഹിച്ച് അവശയായി അവരെ സർക്കാർ സംവിധാനങ്ങൾ എടുത്ത് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ ആലോചിക്കണ്ടേ, മനുഷ്യത്വത്തിന് പോലും വില കൽപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നമുക്കിടയിൽ രൂപപ്പെടുന്നു. പലരും വലിയ ഭക്തരാണ്, വലിയ മതങ്ങളുടെ അവകാശികളാണ്, പലരും വലിയ പ്രത്യയശാസ്ത്രങ്ങൾ മുറുകെ പിടിക്കുന്നവരാണ്. പക്ഷേ ഈ ആശയങ്ങളോടൊത്ത് ജീവിക്കാൻ കഴിയാതെ മനുഷ്യത്വം നഷ്ടപ്പെടുന്നവരായി ആളുകൾ മാറുന്ന സാഹചര്യമുണ്ട്. അവിടെയാണ് ഒരു പ്രത്യയശാസ്ത്രം മനുഷ്യന്റെ വില എന്താണ് എന്ന് പഠിപ്പിക്കുന്നത്. ചില പ്രദേശങ്ങളെപ്പോലും ആദരിക്കാനും ബഹുമാനിക്കാനും നമ്മളോട് പഠിപ്പിക്കുന്നത്. അതിന്റെ പവിത്രത തന്നെ എന്തിന്റെ പേരിലാണ്? മനസ്സിന്റെ വിശ്വാസത്തിന് മാലിന്യങ്ങളില്ലാത്ത തരത്തിലുള്ള ഏകത്വത്തിന്റെ ആ വലിയ സന്ദേശത്തെ അംഗീകരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പവിത്രമാവുകയാണ്, ജീവിതം പവിത്രമാവുകയാണ്, വിശ്വാസം പവിത്രമാവുകയാണ്. അതിനുള്ള ഇടങ്ങളായാണ് എല്ലായിടത്തും ദീനുൽ ഇസ്ലാം ചില സമയങ്ങളെ, ചില പ്രദേശങ്ങളെ, ചില മാസങ്ങളെ ഒക്കെ ഇബാദത്തുകളുമായി ബന്ധിപ്പിക്കപ്പെട്ടുകൊണ്ട് പവിത്രമായി കൽപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. അവിടേക്ക് കഅബാലയത്തിലേക്ക് കയറിയവർക്ക് സുരക്ഷിതത്വമുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. വമൻ ദഖലഹു കാന ആമിന, ആരെങ്കിലും അവിടേക്ക് പ്രവേശിച്ചാൽ അവൻ നിർഭയനായി എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ജാഹിലിയ കാലത്ത് മക്കയിലെ ഖുറൈശികൾ, മുശ്രിക്കുകൾ പോലും ഹറം പ്രദേശത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരെ പിന്നെ ഉപദ്രവിക്കാൻ മെനക്കെടാറില്ല. ഇസ്ലാം വന്നതിന് ശേഷവും ആ ഒരു സമ്പ്രദായം പരമ്പരാഗതമായി സ്വീകരിച്ചിരുന്ന ആ സമ്പ്രദായത്തെ തുടരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ് വലം യഫ്സുഖ്. അല്ലാഹു തആല പഠിപ്പിച്ചതുപോലെ മനഃശുദ്ധിയോടുകൂടി, ജീവിത വിശുദ്ധിയോടുകൂടി, മറ്റു തോന്നിവാസങ്ങളോ വൃത്തികേടുകളോ കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ പരിശുദ്ധമായ ഒരു ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ എന്താണ് അയാളുടെ പ്രതിഫലം? റജഅക യൗമി വലദതുഹു ഉമ്മഹു എന്നാണ്. ഒരു ഉമ്മ പ്രസവിച്ച ഒരു കുഞ്ഞിനെ പോലെ ശുദ്ധിയോടുകൂടിയാണ് അയാൾ അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ അതിന്റെ പവിത്രത എത്ര വലുതാണ്, എത്രമാത്രം പുണ്യമാണ് അതിലൂടെ കിട്ടുന്നത്. നമ്മുടെ ജീവിതത്തെ ആകമാനം
സ്ഫുടം ചെയ്തെടുക്കാൻ, പരിശുദ്ധമാക്കാൻ കഴിയുന്ന ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അതിന്റെ പവിത്രത നമ്മൾ ഉൾക്കൊള്ളണം, അത് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ആ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഭാഗ്യം കിട്ടുമ്പോൾ അതിന്റെ പവിത്രതയും മഹത്വവും ഒക്കെ ഉൾക്കൊണ്ട് നമ്മൾ പെരുമാറണം എന്നതുകൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം ഏതാണ്? കഅബ ശരീഫ് ഉൾക്കൊള്ളുന്ന ഇടമാണ്. അള്ളാഹുവിന് ഈ ഭൂമി ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഏതാണ്? കഅബ ശരീഫ് ഉൾക്കൊള്ളുന്ന മക്ക പ്രദേശമാണ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട മണ്ണ് ഏതാണ്? അത് കഅബ ശരീഫ് ഉൾക്കൊള്ളുന്ന മക്ക പ്രദേശമാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, വല്ലാഹി ഇന്നക ലഖൈറു അർളില്ലാ, അല്ലാഹുവിന്റെ മണ്ണിൽ, ഭൂമിയിൽ പടച്ചോൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറെ ശ്രേഷ്ഠകരമായ മണ്ണ് നിന്റെ മണ്ണാണ് എന്നാണ്. അഹബ്ബു അർളില്ലാ ഇലല്ലാഹ്, അഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്, അല്ലാഹുവിനും ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണ് മക്ക പ്രദേശമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചു. മാ തിയബകി മിൻ ബലദിൻ വഹബ്ബകി ഇലയ്യ, എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശം എന്ന് പറയുന്നത് കഅബ ശരീഫ് ഉൾക്കൊള്ളുന്ന മക്ക പ്രദേശമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. റസൂലുള്ളാഹിനെ മക്കയിൽ നിന്ന് ആട്ടിപ്പായിച്ച സന്ദർഭത്തിൽ റസൂലുള്ള പറയുന്ന ഒരു വാക്കുണ്ട്, എന്നെ എന്റെ കൂട്ടുകാർ, എന്റെ കുടുംബക്കാർ, ഈ പ്രദേശത്തുകാർ ഇവിടെ നിന്ന് ആട്ടി ഓടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണ്ണ് ഈ മക്ക പ്രദേശമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജ് എന്ന പുണ്യയാത്ര ആരംഭിച്ച സ്ഥലം കൂടിയാണ് മക്ക പ്രദേശം എന്ന് പറയുന്നത്. അല്ലാഹു കഅബയെ ഞാൻ സൂചിപ്പിച്ചല്ലോ എന്റെ വീട് എന്നാണ്. വതഹിർ ബൈതി ലിത്വാഇഫീൻ, എന്റെ വീട് നീ താങ്കൾ വിശുദ്ധമാക്കി വെക്കുക എന്ന് നിലക്കാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. മനുഷ്യ ഹൃദയങ്ങളെ ആകർഷിക്കുന്ന ഒരു പ്രദേശം എന്ന നിലക്ക് മസാബത്തൽ ലിന്നാസ് എന്ന ഒരു വാക്കുകൂടി കഅബയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നുണ്ട്. ആ കാഴ്ച എത്ര മനോഹരമാണ് പ്രിയപ്പെട്ടവരെ. കഅബാലയത്തിന് ചുറ്റും തവാഫ് ചെയ്യുന്ന കാഴ്ചകൾ, ഹജ്ജിന്റെയും ഉംറയുടെയും ഒക്കെ ഇബാദത്തിന്റെ പരിസരങ്ങൾ, അതൊക്കെ എത്ര കണ്ടാലാണ് മതി വരിക. കണ്ടാൽ പിന്നെയും അത് കാണാൻ തോന്നും. അവിടുത്തെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന പ്രാർത്ഥന, വിളിയാളം, അത് കേൾക്കാൻ എത്ര ഇമ്പമുള്ളതാണ്. ആ കാഴ്ചകൾ അങ്ങനെ നോക്കി നിന്നു പോകുന്ന ഒരു അനുഭവം നമുക്കൊക്കെ ഉള്ളത് തന്നെയാണ്. ഒരിക്കലെങ്കിലും എത്താൻ അവിടെ കൊതിക്കാത്ത മനുഷ്യർ ഈ ദുനിയാവിലുണ്ടോ? നമ്മൾ ആലോചിച്ചു നോക്കുക. ഒരു കൊതിയോടുകൂടിയാണ് കഅബയിൽ ഒന്ന് അണഞ്ഞു കിട്ടാൻ, മക്കയെ ഒന്ന് സന്ദർശിക്കാൻ, റസൂലുള്ളാഹിന്റെ ഖബറിൽ ഒന്ന് പോകാൻ, അവിടെ മദീനത്തെ പ്രദേശം ഒന്ന് സന്ദർശിക്കാൻ, അവിടെ 2 റക്അത്ത് റൗള ശരീഫിൽ വെച്ച് നമസ്കരിക്കാൻ, കഅബാലയത്തിന് ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കാൻ, മഖാമു ഇബ്രാഹിമിൽ 2 റക്അത്ത് നമസ്കരിക്കാൻ, ഒരു തവാഫ് ചെയ്യാൻ, സഅയി നടത്താൻ ഒക്കെയുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എത്ര കാലമായി ഒരു പൂതിയായി കൊണ്ട് നടക്കുകയാണ്. ഇനി ഒരു തവണ നമ്മൾ അവിടെ എത്തിയാൽ മടുക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? തിരിച്ചും ആ മണ്ണിലേക്കൊന്ന് തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. അതാണ് ആ മണ്ണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് കഅബ നമ്മുടെ മനസ്സിൽ ഒരു വലിയ ഇടമായി നിലനിൽക്കണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അള്ളാഹുവിന്റെ ചിഹ്നമാണ് കഅബാലയം എന്ന് പറയുന്നത്. ഹജ്ജിന് പോകുന്നവർ ഹജ്ജിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ, വസ്തുക്കളൊക്കെ നിങ്ങൾ പവിത്രമായി കാണുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ ബലിക്ക് കൊണ്ടുപോകുന്ന ആ ബലിമൃഗത്തിന്റെ കഴുത്തിൽ അണിയിക്കപ്പെട്ടിട്ടുള്ള കയർ പോലും നിങ്ങൾക്ക് പവിത്രമായതാണ് എന്ന നിലക്ക് അതിനോടുള്ള ആദരവും ബഹുമാനവും ഒക്കെ ആ നിലക്ക് ഭക്തിയോടുകൂടി കാണണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കഅബയെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ വലിയൊരു ബർക്കത്തും ഒരു നിഅമത്തുമാണത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഇടങ്ങളായി കഅബയെയും പരിസര പ്രദേശങ്ങളെയും ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്നാൽ ആ കഅബയെ പോലും നശിപ്പിക്കാൻ ലോകത്ത് ശത്രുക്കൾ കാത്തു നിൽക്കുന്നു എന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. മുസ്ലിം ഉമ്മത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന പലരും കഅബയുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നത് നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. കഅബയെ നശിപ്പിക്കണമെന്ന് കരുതുന്നവർ, അത്തരക്കാരെ നമ്മൾ പിന്തുണക്കാൻ പാടില്ല എന്നതും നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അത്തരത്തിൽ തുനിഞ്ഞവർ തന്നെ അള്ളാഹു പാഠം പഠിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ നമുക്ക്
നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ഒരിക്കൽ അബ്രഹത്തിന്റെ നേതൃത്വത്തിൽ യമനിൽ അദ്ദേഹം പണി കഴിപ്പിച്ച ഒരു ദേവാലയത്തിലേക്ക് മാത്രമാണ് ആളുകൾ ഇനി ഈ തീർത്ഥാടനത്തിലേക്ക് വരേണ്ടത് എന്ന നിലയ്ക്ക് അതിൽ കിബിറ് കൊണ്ട് ഒരു മനുഷ്യൻ, അബ്രഹത്ത് എന്ന മനുഷ്യൻ കഅബാലയത്തിലേക്ക് വരുന്ന തീർത്ഥാടനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവിടേക്ക് ഒരു സൈന്യവുമായി കടന്നു വന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് അതിനെ നശിപ്പിച്ചില്ലാതാക്കി എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ. അവരുടെ എല്ലാ കുതന്ത്രങ്ങളെയും അല്ലാഹു തആല പിഴവിലാക്കിയിരിക്കുന്നു. വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. കൂട്ടം കൂട്ടമായ ഒരു തരം പക്ഷികളെ അല്ലാഹു തആല അവിടേക്ക് അയച്ചുകൊണ്ടവരെ ഇല്ലാതാക്കിയിരിക്കുന്നു. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ചുട്ട് പഴുപ്പിക്കപ്പെട്ട ഒരു തരം കല്ലുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെതിരെ ആ പക്ഷികളുടെ ചുണ്ടുകളിൽ നിന്ന് എറിഞ്ഞുകൊണ്ട് അവരെ നാമാവശേഷമാക്കി എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ എന്നാണ്. തിന്നിടപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ അവരെ അല്ലാഹു തആല ആക്കി തീർത്തു എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത്രമാത്രം അല്ലാഹുവിന് പ്രിയപ്പെട്ട ഒരു മണ്ണിലേക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ യാത്രയാകാൻ ഉദ്ദേശിക്കുന്നത്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ ഉണ്ടാകണം. അല്ലാഹുവേ, ആ പരിശുദ്ധ കഅബാലയത്തിൽ ചെന്ന് പരിശുദ്ധ ഉംറയും ഹജ്ജും ഒക്കെ നിർവഹിക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുമൊക്കെ നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഉംറയും ഹജ്ജും ഒക്കെ നിർവഹിച്ച മനുഷ്യരുണ്ട്. അല്ലാഹുവേ, മഖബൂലും മബ്റൂറുമായി അത് നീ അവരിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, വലിയ ഉദ്ദേശത്തോടുകൂടി ഹജ്ജും ഉംറയും നിർവഹിക്കാൻ യാത്ര പുറപ്പെടാൻ ഉദ്ദേശിക്കുന്ന ഈ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ച് തിരിച്ചെത്താനുള്ള ആഫിയത്തും തൗഫീഖും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ആമീൻ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഅബാലയവും മക്ക പരിസരവുമൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളായി നമ്മൾ മനസ്സിലാക്കുകയും അവിടേക്ക് എത്തിച്ചേരാനും ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഹജ്ജ് നിർവഹിക്കുക എന്നത് നമ്മുടെ മനസ്സിൽ വലിയൊരു ആഗ്രഹവുമായി നിലനിൽക്കേണ്ട കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുകയും ആഗ്രഹിക്കുകയും പോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. അടുത്ത വർഷത്തെ ഹജ്ജിനും ഒക്കെ ഒരുങ്ങാൻ പറ്റിയ ആളുകൾ, അതിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവും അതിന്റെ സാമ്പത്തിക സ്ഥിതിയുമൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സമയത്ത്, ആരോഗ്യമുള്ള സമയത്താണ് അത് നിർവഹിക്കാൻ ഏറ്റവും നല്ലത്. അതുകൊണ്ട് അതിനൊക്കെ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ നല്ല ഉദ്ദേശങ്ങളെ സഫലമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. നമ്മുടെ ഒരു സഹോദരൻ, ചെറുപ്പക്കാരൻ, കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ഒരു ട്യൂമർ ബാധിച്ച് അതിന്റെ സർജറി കഴിഞ്ഞ് ചികിത്സയിലുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു ഖത്തീബ് ഹംസാൻ സാരി, അദ്ദേഹത്തിന് സൂര്യാഘാതമേറ്റ് അദ്ദേഹം ചികിത്സയിലാണ്. ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്റെ മകൻ ഹനീൻ കഴിഞ്ഞ 12 ദിവസമായി ബോധമില്ലാതെ ICUയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. പ്രത്യേകം ദുആ ചെയ്യണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും എല്ലാ ആളുകൾക്കും വേണ്ടി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവുമൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗാവസ്ഥയിലുള്ള എല്ലാവർക്കും പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും ഹൈറായ നിലക്കുള്ള അവസ്ഥ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും, മാറാ രോഗങ്ങളിൽ നിന്നും, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും, കണിശമായ വിചാരണങ്ങളിൽ നിന്നും, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും, ഫസാദുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ ദീനിനെയും നമ്മുടെ ഉമ്മത്തിനെയും ഈ നാടിനെയും രാജ്യത്തെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനും റഹീമുമായ നാഥ, നീ നിന്റെ മഹത്തായ ഫളല് കൊണ്ട്
പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ മഹലിലെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ പണ്ഡിതന്മാർ, ഞങ്ങൾക്ക് വഴിയും വെളിച്ചവുമായി മുന്നിൽ നടന്നവർ, സഹായവും സ്നേഹവുമായി കൂടെ നിന്നവർ, അള്ളാഹുവെ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ സ്വർഗപൂങ്കാവനത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാനസികമായി വിഷമിക്കുന്നവർ, ശാരീരികമായി പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവർ, പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്തവർ, അള്ളാഹുവെ എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കുക റഹ്മാനെ. എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങളെ നീ സഫലമാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ധാരാളം ഹൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അപകട മരണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. കഠിനമായ ചൂടിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അനുഗ്രഹത്തിന്റെ മഴ ഞങ്ങൾക്ക് നീ വർഷിപ്പിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതം നന്നാക്കുകയും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, വിവാഹരംഗത്ത് പ്രയാസപ്പെടുന്നവരുണ്ട്, വീടില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും സങ്കടങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ. അവരുടെ ഉദ്ദേശങ്ങളെ നീ സഫലമാക്കി കൊടുക്കണ റഹ്മാനെ. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, അവരുടെ ജോലികളിലും കുടുംബജീവിതത്തിലുമൊക്കെ നീ ബർക്കത്ത് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങൾക്കിടയിലും ഞങ്ങളുടെ നാട്ടിലും ലോകത്തും നീ സമാധാനം നിലനിർത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദൈനാ മിനൻ നാർ. അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. അല്ലാഹുമ്മ അൻത വലിയുനാ ഫിദ് ദുനിയാ വൽ ആഖിറ. തവഫനാ മുസ്ലിമീന വ അൽഹിഖ്നാ ബിസ്സാലിഹീൻ. اللهم رب الناس اذهب البأس اشفي أنت الشاف لا شفاء إلا شفاؤك شفاء لا يغادر سقما. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أنزل علينا من بركات السماء. اللهم إنا نستغفرك إنك كنت غفارا فارسل السماء علينا مدرارا. اللهم اسقنا غيثا مغيثا. اللهم اسقنا غيثا مغيثا. اللهم اغفر لنا يا غافر المذنبين. اللهم ارحم لنا يا ارحم الراحمين. اللهم ارزق لنا يا خير الرازقين. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.